കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റ് വന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ലേഡിയാണ്. അവര് പറയുന്ന കാര്യം എന്താ വെച്ചാല്, "എനിക്ക് ഹസ്ബൻഡിന്റെ അടുത്തും മക്കളുടെ അടുത്തും പെട്ടെന്നങ്ങ് ചെറിയ ചെറിയ കാര്യത്തിന് ഞാനങ്ങ് പൊട്ടിത്തെറിച്ച് പോവാണ്. ഭയങ്കര ദേഷ്യായിട്ട് വരാണെന്നാ പറഞ്ഞെ." അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൂടെ ഈ ഒരു കാര്യം കൂടി അവര് മെൻഷൻ ചെയ്തു. "എനിക്ക് സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ ഫ്രസ്ട്രേഷനും സങ്കടവും ഒന്ന് കരഞ്ഞാ കൊള്ളാന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാനത് എക്സ്പ്രസ് ചെയ്യാതെ ഞാനത് സപ്രസ് ചെയ്ത് വെക്കാറാണ് പതിവ്. ഞാനങ്ങനെ ആർത്ത് കരയാറൊന്നുമില്ല. എനിക്ക് ഉള്ള സങ്കടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കി വെക്കാറാണ്. കരയാറേ ഇല്ലാന്നാ പറഞ്ഞെ. അപ്പോഴാണ് ആ ഒരു ദേഷ്യത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായത്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് സപ്രസ് ചെയ്ത് വെക്കണ ഇമോഷൻസ് അത് ഒന്നുകിൽ ദേഷ്യമായിട്ട്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആയിട്ട്, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളായിട്ടാണ് പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ ശാരീരികമായ സ്കിന്നിന്റെ പ്രോബ്ലംസ് അങ്ങനെ പല പല അസുഖങ്ങളായിട്ടാണ് പുറത്ത് വരിക. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ, നമ്മളൊക്കെ ഇമോഷൻസ് ഉള്ള മനുഷ്യന്മാരാണ്. സങ്കടം, സന്തോഷം, ദേഷ്യം ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇമോഷൻസ് ഒക്കെ കരയാൻ തോന്നണമെങ്കിൽ കരയാ, പൊട്ടിക്കരയണം തോന്നണമെങ്കിൽ പൊട്ടിക്കരയാം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആഫ്റ്റർ ആ ഒരു കരച്ചിലിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള എനർജി, നല്ലൊരു റിലീഫ് കിട്ടും. ഓക്കെ, താങ്ക് യു സോ